3:30 മന്ത്രിസഭാ യോഗം പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാർ എത്തിത്തുടങ്ങിയോ? വിവരങ്ങൾ പ്രതീഷ്. ഉന്മേഷ PM ശ്രീയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, തർക്കങ്ങൾ, അതിന് പിന്നാലെ ഒരു സമവായം, ആ ഘട്ടത്തിലാണിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നത്. 3:30 സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭാ യോഗം ചേരുക. ഞാനിപ്പോൾ ഉള്ളത് ഈ സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഹൗസിന് ബ്ലോക്കിന് സമീപമാണ്. ഇവിടെ കന്റോൺമെന്റ് ഗേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പോയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് നിലവിൽ കെ രാജൻ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ റവന്യൂ മന്ത്രി ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് പോകും. മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ മന്ത്രിമാർ എത്തും. അല്പം മുമ്പ് CPI മന്ത്രിയായ ജെ ചിഞ്ചുറാണി ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ ഈ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ എത്തും. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഈ ചർച്ച ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഉപസമിതിയെ നിയോഗിക്കുന്നതിലടക്കമുള്ള ചില ചർച്ചകൾ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലടക്കം ഒരു നിർണായകമായ തീരുമാനം ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട പലതവണ CPI മന്ത്രിമാർ തങ്ങളുടെ നിലപാട് ക്യാബിനറ്റിൽ ഉന്നയിച്ചതാണ്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പക്ഷേ അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ CPIയുടെ അഭിപ്രായം പോലും പരിഗണിക്കാതെ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അത് ഏകപക്ഷീയ നിലപാടായി പറഞ്ഞുകൊണ്ടായിരുന്നു കടുത്ത നടപടികളിലേക്ക് CPI പോയതും അത് CPM-നെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതാണ് പ്രധാനമായും CPM മുന്നണിയും ഉറ്റുനോക്കുന്ന കാര്യം. ഇതിൽ ഇനി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വേണ്ട, അതിന്റെ ധാരണാപത്രം മരവിപ്പിക്കാമെന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടെങ്കിലും ഇതിന്റെ തുടർ നടപടി എന്തായിരിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നുള്ള മറുപടിയാണ് CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ മന്ത്രിസഭ കൈക്കൊള്ളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം മന്ത്രിസഭാ യോഗത്തിൽ നൽകുമോ എന്നതാണ് പ്രധാനമായും പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 3:30 കൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും പാർട്ടി നിലപാട് അല്ലെങ്കിൽ ആ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ CPI ഉറച്ചു നിന്നു. പലതവണ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ CPIM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവസാനം മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്തിയിട്ടും CPI വഴങ്ങാത്തതോടുകൂടിയാണ് പിന്നീട് ഒരു അനുനയ നീക്കം, അതായത് ഈ CPI മുന്നോട്ട് വെച്ച അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ശരിയാണ് പ്രതീക്ഷ. 3:30 മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നുണ്ട്. 3:30 മന്ത്രിസഭാ യോഗം ചേരും. മന്ത്രിമാർ CPI മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.